പണ്ടൊക്കെ ഒരുപാട് പ്രായമായ ആൾക്കാരിലായിരുന്നു നടുവേദന, കാലുവേദന തുടങ്ങിയ എല്ല് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല, ഏത് പ്രായക്കാർക്കും വരുന്നതാണ് കഴുത്ത് വേദന, നടുവേദന, കാലുവേദനയൊക്കെ. അതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ചേരുന്നത് 2025 യുവ ഡോക്ടർക്കുള്ള പുരസ്കാരം നേടിയ ഷമീർ സാറാണ്. മങ്കട ക്രസന്റ് ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടറാണ്. വെൽക്കം സർ. സർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ പ്രായമായ ആൾക്കാരിലായിരുന്നു ഈ വേദനകളൊക്കെ കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പം അതിനൊരു പ്രായമൊരു വിഷയമല്ല. അപ്പോൾ നമ്മൾ മാറി വരുന്ന ജീവിത രീതി അതൊക്കെയാണോ അതിനെ ബാധിക്കുന്നത് വല്ലാണ്ട്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തൊക്കെ കുറച്ച് പ്രായ ആളുകളാണ് സാധാരണ നമ്മൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഊരവേദന, മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുത്തി വരാറ്. ഇപ്പോൾ നമ്മൾ ഒ പിയിൽ വരുന്ന ഒരു 70 to 80% ആളുകളും ചെറുപ്പക്കാരാണ്. അതിൻ്റെ കാരണം തോന്നുന്നത് മുമ്പ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന സമയത്തോ ഓഫീസിൽ പോകുന്ന സമയത്തോ നടന്നേ പോകുന്നതായിരുന്നു. അവർ നടന്നു പോകില്ല. ഇപ്പോൾ വെയിൽ കൊള്ളില്ല ആണല്ലോ, വെയിലിൻ്റെ ഉള്ളിൽ അവർ സ്കൂട്ടർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 2 വീലർ ഉപയോഗിച്ചിട്ട് അവർ പോകുന്നു. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ വൈകുന്നേരം വരെ സെഡൻറ്ററിയാണ്, ഇരുന്ന് ജോലിയാണ് ചെയ്യുന്നത്. വൈകുന്നേരം വന്നാൽ അവരുടെ ഫുഡ് ഹാബിറ്റ് വളരെ വ്യത്യാസമാണ്. രാവിലത്തെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് അതിനേക്കാളും ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ അവരുടെ ഡയറ്റിൽ വ്യത്യാസം വന്നു, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നു, അതുപോലെ തന്നെ അവരുടെ ഫുഡിൽ പ്രത്യേകിച്ച് വ്യത്യാസം വന്നു. നമ്മൾ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും, ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വയറ് ചാടുന്നു അല്ല. അപ്പം വെയിൽ കൊള്ളുന്നില്ല, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, എക്സസൈസ് ഒന്നുമില്ല, വൈകുന്നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചെന്നു ഉറങ്ങുന്നു. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിലും മസ്കുലോസ്കെലിറ്റൽ ഇഷ്യൂസ് വരാതിരിക്കണമെങ്കിൽ ഒന്ന് ബോഡി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് വേണം, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, ഓവർ ആവരുത് എന്നാൽ കുറയും ചെയ്യരുത്. മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് നിർബന്ധമാണ്. പ്രോപ്പറായിട്ട് റെസ്റ്റും വേണം. ഇത് നൈറ്റാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. നമുക്ക് റെസ്റ്റ്, നട്ടലിൻ്റെ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടത്താണ്. അപ്പോൾ കിടത്താൻ കിട്ടുന്ന സമയം നമ്മൾ സുഖമായി ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കഴുത്ത് വേദനയും മുട്ടുവേദനയും ഊരവേദനയും ഇന്ന് യങ് ഏജിൽ കൂടുതൽ കാണുന്നത്. അപ്പോൾ കൂടുതൽ ഉറക്കം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പലരും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാറുണ്ട്. അത് നട്ടലിനെ ദോഷകരമായിട്ട് മറ്റോ ബാധിക്കുമോ? സാധാരണ നമുക്കറിയാം, നമ്മൾ പലതരത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ ശീലം എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലമാണ്. ചില ആളുകൾ മലന്ന് വടി പോലെ കിടക്കും, നല്ല ചില ആൾക്കാർ ചെരിഞ്ഞ് കിടക്കും. ഇപ്പോൾ നമുക്കറിയാം, നല്ല സെൻട്രൽ ഒബീസിറ്റി, നല്ല വയറുള്ള ആളുകൾക്ക് ഒരിക്കലും കമിഴ്ന്ന് നടക്കാൻ കഴിയില്ല അല്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ, പ്രഗ്നൻ്റ് ആയ ആളുകൾക്ക് അധികം കമിഴ്ന്ന് നടക്കാൻ പറ്റില്ല. അവർക്ക് മലന്ന് നടന്ന ബാക്ക് പെയിൻ കൂടും. അവർ നമ്മൾ ചെരിഞ്ഞ് കിടക്കാനാണ് പറയും എന്നല്ല. അതേസമയം നല്ല ബാക്ക് പെയിൻ, കുറേ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഓഫീസിലിരിക്കുന്ന ആളുകൾ, വൈകുന്നേരം വരെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ അവർ വന്നിട്ട് റെസ്റ്റിംഗ് പൊസിഷൻ അവർക്ക് ഏറ്റവും നല്ലത് കമിഴ്ന്ന് കിടക്കാനാണ്. നമുക്ക് 3 പൊസിഷനാണ് നമ്മൾ പറയുക. ഒന്നല്ലെങ്കിൽ പേഷ്യൻറ്റിന് കമിഴ്ന്ന് കിടക്കാം, അതല്ലെങ്കിൽ നമുക്ക് മലർന്ന് കിടക്കാം, അതിൽ നമുക്ക് ചെരിഞ്ഞ് കിടക്കാം. അപ്പോൾ ഒരു ബാക്ക് പെയിനുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയും, നമ്മളൊരു ഓഫീസിൽ പോയി വന്ന ഒരാൾ ഓഫീസിൽ പോയി വന്ന ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ഉടനെ ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മൾ കമിഴ്ന്ന് കിടക്കാൻ പറയും. കമിഴ്ന്ന് ഫുള്ളായിട്ട് കമിഴ്ന്ന് കടന്ന് എണീച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാൻ കഴിയും. ഇനി പെട്ടെന്ന് വേദന വന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസ്ക് ബൾജ് പോലെ അല്ലെങ്കിൽ വീഴ്ച എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, ഡോക്ടറെ എങ്ങനെ കടന്നാലും, അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വരെ വരുന്ന ബാക്ക് പെയിൻ ഉണ്ട്. അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് മലർന്ന് കിടക്കുക എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലമേറ്ററി പെയിൻ എന്നാണ് പറയുക, നീരിട്ട് വരുന്നുള്ള പെയിനുമ്പോഴാണ് നമുക്കെപ്പോഴും 2 പൊസിഷനിലും എങ്ങനെ കിടന്നാലും ഒരു കംഫർട്ട് തോന്നാത്ത ഒരു പെയിൻ ആണെങ്കിൽ മലർന്ന് കിടക്കാം. അപ്പോൾ മലർന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമുക്ക് ബാക്കിനൊരു കർവേച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കണമെങ്കിൽ നമ്മൾ കാൽമുട്ട് മടക്കണം. കാൽമുട്ട് നമ്മൾ മടക്കിയിട്ട് കാൽമുട്ടിൻ്റെ പുറകിൽ ഒരു പില്ലോ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്ക് റെസ്റ്റിൽ വരും. ബാക്ക് റെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പെയിന് നന്നായിട്ട് കുറയും. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പീരിയഡ്സൊക്കെ വരുന്ന സമയത്ത് ലേഡീസിന് വരുന്ന പെയിനൊക്കെ ഒന്നല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കാൻ പറയും, അതല്ലെങ്കിൽ മുട്ട മടക്കി മുട്ടിൻ്റെ ഇടയിൽ പില്ലോ വെച്ചിട്ട് മലന്ന് കിടക്കാൻ പറയും. പിന്നെ അടുത്തൊരാളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ വയറ് കൂടിയ ഒബീസിറ്റി ഉള്ള ആളുകൾക്കൊക്കെ നല്ലത് കമിഴ്ന്ന് നടക്കാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ ലോങ് യാത്ര വന്നാൽ അവർക്ക് ഏറ്റവും നല്ലത് മുട്ട മടക്കി മലന്ന് കിടക്കുക എന്നുള്ളതാണ്. അപ്പോഴും നട്ടിലിന് റെസ്റ്റ് കിട്ടും. ഇനി പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ, പ്രഗ്നൻ്റ് ആളുകൾക്ക് ഒരിക്കലും മലന്ന് കിടന്നാലും ബുദ്ധിമുട്ടായിരിക്കും, കുറേ സമയം കിടക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത്, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്നാണ് നമ്മൾ പറയുക. അതായത് ഇടത് കാലം നമ്മൾ നീട്ടി വെച്ചിട്ട് വലത് കാലം മടക്കി വെക്കും. അപ്പോൾ ഈ 2 കാലിൻ്റെ അടിയിൽ ഒരു പില്ലോ വെക്കും. 2 കാര്യമാണ്, നമുക്ക് ഓവറായിട്ട് നമ്മളെ ലോവർ അബ്ഡോമനിൽ പ്രഷർ വരില്ല.
രണ്ടാമത് നമുക്കറിയാം പ്രഗ്നൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാക്കിൻ്റെ ബയോമെക്കാനിസം ചേഞ്ച് വരും, മസിൽ കുറച്ചുകൂടി റിലാക്സ് ആവും, ഹോർമോൺ ചേഞ്ചസ് വരും. അപ്പോൾ വരുന്ന വേദന നമ്മൾ സാക്രോലിയാക് ജോയിൻറ്റിലായിരിക്കും പെയിൻ വരിക. അപ്പോൾ ആ ജോയിൻറ്റ് കുറച്ചുകൂടി റിലീസായിട്ട് വരുന്നത് ചെരിഞ്ഞ് കിടന്ന്, പ്രത്യേകിച്ച് രണ്ട് കാലിൻ്റെ ഇടയിൽ പില്ലോ വെച്ചിട്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നല്ലെങ്കിൽ കമിഴ്ന്ന് നടക്കുക, മുട്ട മടങ്ങിയിട്ട്, അഥവാ ചെരിഞ്ഞ് കിടക്കണം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലത് രണ്ട് കാലിൻ്റെ ഇടയിൽ ഒരു പില്ലോ വെച്ച് കിടക്കുക. ഈ പൊസിഷനാണ് ഏറ്റവും നട്ടിലിന് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം വേദനകളൊക്കെ സിവിയറായിട്ടല്ലാത്ത എല്ലാ വേദനകളും നമുക്ക് എന്ത് ചെയ്യും, ഈ 3 പൊസിഷനിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഈ പ്രഗ്നൻസിനൊക്കെ ആയിട്ടുള്ള പില്ലോസ് സ്പെഷ്യലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇടയായിട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ചെയ്യാം, തീർച്ചയായിട്ടും നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ പൊസിഷനാണ് കുട്ടിക്കും നല്ലത്, അതുകൊണ്ട് അമ്മയ്ക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ജോയിൻറ്റ് കുറച്ചുകൂടി റിലീസായിട്ട് സ്ട്രെയിൻ വരാത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ റീസെൻ്റായിട്ട് നമ്മളത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പ്രഗ്നൻസി പില്ലോ. ഈ പില്ലോ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മസിലിന് റിലാക്സ് ആയിട്ടുള്ളൊരു പൊസിഷൻ ആ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലതാണ്. നമ്മൾ കിടക്കാൻ നേരത്തെ യൂസ് ചെയ്യുന്ന മെത്തകളിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ സ്പ്രിങ് ഉള്ള മെത്തയാണോ അതോ പഞ്ഞിയുടെ മെത്തയാണോ, ഏതിൽ കിടക്കുന്നതായിരിക്കും നമുക്ക് നട്ടലിന് നല്ലത്? സാധാരണ നമ്മൾ ഒ പിയിൽ ബാക്ക് പെയിൻ വരുന്ന പേഷ്യൻറ്റ് ചോദിക്കും, ചിലപ്പം മരുന്നൊക്കെ കൊടുത്ത് തിരിച്ചു പോയിട്ട് തിരിച്ചു ചോദിക്കും, ഡോക്ടറെ ബെഡിൽ കിടക്കണോ അതോ സാധാ കട്ടിലിൽ കിടക്കണോ എന്നുള്ള ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ നല്ല ബാക്ക് പെയിൻ, ചില ആളുകൾക്ക് കിടന്നാൽ പോലും നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ സാധാരണ സ്പ്രിങ് മാട്രസ് ഉണ്ടാവും, അതുപോലെ തന്നെ പഞ്ഞിയുടെ മെത്ത ഉണ്ടാവും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പഞ്ഞിയുടെ മെത്തയാണ്. സ്പ്രിങ് മാട്രസിനേക്കാൾ ഏറ്റവും നല്ലത് പഞ്ഞിയുടെ മെത്തയാണ്. ഇനി ഏത് മെത്തയാണെങ്കിലും നമ്മൾ പറയുന്നൊരു കാര്യം, കിടന്നു കഴിഞ്ഞാൽ അധികം താന്ന് പോകുന്ന തരത്തിലുള്ള ബെഡ് ഉപയോഗിക്കുക. അത്ര കോസ്റ്റ്ലി ബെഡാണെങ്കിൽ പോലും താന്ന് പോകുന്ന ബെഡാണെങ്കിൽ അത് ബാക്ക് പെയിൻ ഉണ്ടാകും. കാരണം വെച്ചാൽ നമുക്ക് ബാക്ക് പെയിനെ സപ്പോർട്ട് ചെയ്യണ മസിലുകളുടെ ഒരു ബാലൻസ് വന്നാൽ മാത്രമേ നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാൻ പറ്റുള്ളൂ, സ്പാസം റിലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം താന്ന് പോവാത്ത ബെഡുകൾ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബെഡേ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ട് കട്ടിലിൻ്റെ മുകളിൽ കട്ടി കുറഞ്ഞ ബെഡ് കോസടിയൊക്കെ വിരിച്ചിട്ട് നമുക്ക് കിടന്നാലും ബാക്ക് പെയിൻ നന്നാവും. ചില ആളുകൾ ചോദിക്കും മരത്തിൻ്റെ കട്ടിലൊക്കെ പറ്റുമോ, അങ്ങനെ കിടക്കണ വിരോധമൊന്നുമില്ല, പക്ഷേ അധികം താന്നു പോകുന്ന കട്ടിലുകൾ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് തലയണ വെക്കാതെ ഉറക്കം വരില്ല. അപ്പോൾ തലയണ വെക്കാതെ കിടക്കുന്നതും വെച്ചിട്ട് കിടക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരാൻ കഴിയും? ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശീലം തലയണ വെച്ച് കിടക്കുന്നതാണ്. അതേസമയം നമ്മുടെ കഴുത്തിന് ഏറ്റവും നല്ലത് തലയണ വെക്കാതെ കിടക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ നട്ടലിന് കഴുത്തിന് കർവേച്ചറുണ്ട്, കഴുത്തിന് നമുക്ക് ആൻറ്റീരിയർ കർവേച്ചർ, നമ്മുടെ കഴുത്ത് മുന്നോട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഒരു കോൺവെക്സിറ്റി ഉണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ പുറകിലോട്ടുണ്ട്, നമ്മൾ ബാക്കിന് അവിടെ ഫ്രണ്ടിലോട്ടുണ്ട്. ഒരു എസ് എഴുതിയ പോലെയാണ് ഷേപ്പ്. ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരിക്കലും നട്ടലല്ല. നട്ടലിൻ്റെ അടിയിലുള്ള ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയും, നമ്മൾ ഡിസ്കിന് അമർച്ച വന്നു, ഡിസ്ക് തള്ളി എന്നൊക്കെ പറയുമല്ലോ, ഈ ഡിസ്ക്കാണ് ഈ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ആ കർവേച്ചർ പോകുന്നത് ആ സമയത്ത് ആ ഡിസ്കിന് അമർച്ച വരും. നമുക്ക് വരുന്ന എല്ലാ ബാക്ക് പെയിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഡെസിക്കേഷൻ, ഡിസ്ക് വരണ്ട് പോവുക, കുറച്ച് കാലം വരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക് കംപ്രഷൻ ആവും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബാക്ക് പെയിൻ ആയാലും അതുപോലെ തന്നെ നെക്ക് പെയിൻ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തലയണ നമ്മൾ വെക്കുന്നത് എവിടെയാണ്? നമ്മൾ ശരിക്കും വെക്കുന്നത് തലേൻ്റെ പുറകിലാണ്. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ നമ്മുടെ നെക്ക് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ഫ്ലെക്ഷൻ എന്ന് പറയും, കഴുത്ത് മുന്നോട്ട് വളഞ്ഞു പോകും. നമ്മൾ വെക്കേണ്ടത് കഴുത്തിൻ്റെ പുറകിൽ. അതിന് സാധാരണ നമ്മൾ പറയും കനം കുറഞ്ഞ ടവൽ മടക്കിയിട്ട് നമ്മൾ തലയുടെ പുറകിൽ, നമ്മൾ ഓസിപ്പിറ്റൽ ഏരിയ എന്ന് പറയും, നെക്കിൻ്റെ പുറകിൽ വെക്കുന്നതാണ് ഏറ്റവും കംഫർട്ടായ പൊസിഷൻ. അപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഒരു നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാം പോലീസുകാരെ പരേഡ് ഉണ്ടോ, കഴുത്ത് തിരിപ്പൊക്കിയിട്ടായിരിക്കും. ഈ ഒരു പൊസിഷനാണ് ന്യൂട്രൽ പൊസിഷൻ ഓഫ് ദ നെക്ക്. അത് നെക്കിന് ഏറ്റവും കുറഞ്ഞ ലോഡ് വരുന്നത്. അതേസമയം നമ്മൾ ഈ പില്ലോ വെക്കുന്ന സമയത്തൊരു 15 ഡിഗ്രി എങ്കിലും നമ്മളെ നെക്ക് എന്ത് ചെയ്യും, മുന്നോട്ട് ഫ്ലെക്സ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ കഴുത്തിന് 4.5 to 5.5 kg വെയിറ്റ് ഉണ്ട്, 5.5 കിലോ വെയിറ്റ് ഉണ്ട് ഈ തലക്ക്. ഈ തലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിടിക്കുന്ന മസിൽ നമുക്കറിയാം അപ്പർ ട്രപ്പീസിയസ് എന്ന് പറഞ്ഞ മസിലുണ്ട്, അതുപോലെ തന്നെ ലിവേറ്റർ സ്കാപ്പുല എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, സ്കാലിൻ ഗ്രൂപ്പ് ഓഫ് മസിലൊക്കെ ഉണ്ട്, സ്റ്റെനോക്ലിഡോമാസ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഡ്രൈവിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ മസിൽ ഫറ്റീഗ് ആവും കുറച്ച് കാലം കഴിഞ്ഞാൽ. അതാണ് നമുക്കറിയാം ചെറുപ്രായത്തിൽ നമുക്ക് ആർക്കും കഴുത്ത് വേദന ഉണ്ടാവില്ല. ഒരു 25-30 വയസ്സ് തുടങ്ങുന്ന കാലം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മസിലിൻ്റെ ഒക്കെ കപ്പാസിറ്റി കുറയും. മീൻസ് മസിൽ എന്താ പറയുക, മസിലിൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും പ്രായം കൂടുന്നതനുസരിച്ച്. അപ്പോഴാണ് നമുക്കത് വരുന്നത്.
അതിൻ്റെ കാരണം ഈ ഒരു മസിലിന് ഇത്രയും ലോഡ് പറ്റാത്തതാണ്. നമുക്ക് ഓരോ ഡിഗ്രി പോകുമ്പോഴും അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും നമ്മുടെ കഴുത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാറുണ്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഇങ്ങനെ കുനിഞ്ഞിട്ടാണ്, കഴുത്തൊന്ന് ബെൻഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് നമ്മളെ വല്ലാണ്ട് ബാധിക്കില്ലേ? തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിന് ലോഡ് വരുന്ന എന്തും ഇപ്പം നമ്മളെ ഒരു ഡെയിലി റുട്ടീനിൽ ഞങ്ങളൊക്കെ ആണെന്ന് വൈകുന്നേരം വരെ സിസ്റ്റത്തിലാണ് പേഷ്യൻറ്റിനെ എൻ്റർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ, ലോങ് ഡ്രൈവ് ഉപയോഗിക്കുന്ന ആളുകൾ, ഇനി നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഓഫീസിലൊക്കെ വൈകുന്നേരം വരെ അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ ആളുകൾക്കും വരുന്ന ലോഡ് വ്യത്യാസമാണ്. അപ്പോൾ ഉദ്ദേശം വരുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് എപ്പോഴാണോ കഴുത്ത് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് നമ്മളെ കഴുത്തിൻ്റെ ഡിസ്കിൽ വരുന്ന ലോഡിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5.5 കിലോ നമ്മുടെ ഹെഡിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഒരു കുഴപ്പമില്ലാത്ത ന്യൂട്രൽ പൊസിഷനിൽ അത്ര വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 ഡിഗ്രി ഫ്ലെക്സ് ചെയ്യുമ്പോൾ, സാധാരണ നമ്മളൊരു ഒരു ചെറിയ പില്ലോ, ഏറ്റവും ചെറിയ പില്ലോ വെക്കുമ്പോഴും ഒരു 15 ഡിഗ്രി ഫ്രണ്ടിലോട്ട് ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പില്ലോ കഴുത്തിൻ്റെ പുറകിൽ വെക്കണം, തലയിൽ വെക്കരുത് എന്ന് പറയാനുള്ള കാരണം. നേരത്തെ പറഞ്ഞതിൻ്റെ ഇരട്ടി, ഏകദേശം 12 കിലോ വെയിറ്റ് നമ്മൾ തലയിണ വെക്കുമ്പോൾ വരുന്നുണ്ട്, നോർമലി വരുമ്പോൾ ആണല്ലോ. കുറച്ചുകൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നമ്മളിപ്പോൾ 15 ഡിഗ്രി പകരം 30 ഡിഗ്രി ഫ്ലെക്ഷൻ വന്നെന്ന് വിചാരിച്ചോളൂ. അതാണ് സാധാരണ നമ്മൾ മടിയിലൊക്കെ ബുക്ക് വെച്ച് വായിക്കുമ്പോൾ 30 ഡിഗ്രി ഫ്ലെക്ഷനിലാണ് വരിക അല്ല. നമ്മളിങ്ങനെ പേപ്പർ വായിക്കണ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന, ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ 30 ഡിഗ്രി ഫ്ലെക്ഷനിലാണ് വരിക. അവർക്ക് 18 കിലോ, നോർമൽ വെയിറ്റിൻ്റെ 3 ഇരട്ടി ലോഡ് അവർക്ക് ആ നെക്ക് മസിലിന് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ചില ആളുകൾ നമുക്കറിയാം ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നിന്ന് മൊബൈൽ കുത്തുന്ന ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി ഫ്ലെക്ഷനിലാണ് അവർ ചെയ്തിരുന്നത്. അത് ഏകദേശം നമുക്ക് പറയാൻ പറ്റില്ല ഒരു 30 kg വരുന്നുണ്ട്. ഒരു 30 കിലോ വെയിറ്റ് തലയിൽ വെച്ച് എത്ര നേരം പിടിക്കാൻ പറ്റുന്നു, അത്രയും റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് ഡിസ്കിന് വരുന്ന കംപ്രഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സാധാ തലയിണമേ കിടക്കുന്ന ഒരാളിനെ കമ്പയർ ചെയ്യുമ്പോൾ നിന്ന് മൊബൈലിലെ ആളുകൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടാനും സാധ്യത. അതുകൊണ്ടാണ് യൂത്തിനും അല്ലാണ്ട് വരുന്നത്. ഓഫീസിലാകുമ്പോൾ 30 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി വരുന്നതിന് പകരം നിന്ന് മൊബൈൽ നോക്കുന്ന ആളുകൾക്ക് 60 ഡിഗ്രി വരുമ്പോൾ അതിനനുസരിച്ച് ഡിസ്ക് ഡെസിക്കേഷനും കംപ്രഷനും കയ്യിലോട്ടുള്ള വേദന, ഈ ബ്രാക്കിയോ ന്യൂറാൾജിയ പോലെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പില്ലോ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിൻ്റെ പുറകിൽ കട്ടി കുറഞ്ഞ പില്ലോ വെച്ചാൽ സേഫായി. അതുപോലെ തന്നെ ഇനി മൊബൈൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അതാണ് ചോദിച്ച ചോദ്യം, അതാണ് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മൊബൈലാവാം, ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പൊക്കെ വരുന്നുണ്ട്, പല ടൈപ്പ് വരുന്നുണ്ടല്ലോ. നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം നമ്മുടെ മൊബൈലിൻ്റെ ടോപ്പ് വരേണ്ടത്. നമ്മൾ സാധാരണ പറയും നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ലെവലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പാണ്. പണ്ട് കമ്പ്യൂട്ടർ ആകുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഹൈറ്റ് വെക്കാം, അപ്പോൾ ലാപ്ടോപ്പ് ആകുമ്പോൾ താഴ്ന്നു പോവുകയാണ്. അപ്പോൾ നമ്മളെ പേഷ്യനോട് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയർ താഴ്ത്താൻ പറയും, അതല്ലെങ്കിൽ 2-3 ഹൈറ്റ് വെച്ചിട്ട് ബുക്കൊക്കെ വെച്ചിട്ട് ലാപ്ടോപ്പിൻ്റെ ഹൈറ്റ് പൊക്കാൻ പറയും. അപ്പോൾ സാധാരണ ഏറ്റവും ബെറ്റർ ഇരിക്കുന്ന ടേബിൾ താഴ്ത്തുക എന്നുള്ളതാണ്. കാരണം അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ, ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്ദേശിക്കുന്നത് നമ്മളെ കണ്ണിൻ്റെ ലെവലിൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ടോപ്പിൽ വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കഴുത്തിൻ്റെ സ്ട്രെയിന് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എണീക്കുന്ന സമയത്ത് കാല് നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റി എന്നുള്ളൊരു വേദന. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളെ പ്രാക്ടീസ് സാധാരണ മെടമ്പ് വേദനയ്ക്ക് കുറേ റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ പറയുന്നത് പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്നാണ്. നമ്മളെ കാലിൻ്റെ മെടമ്പിൻ്റെ അടിയിലൊരു പാടാണെന്ന് പറയുന്നത്, നമ്മൾ ഫേഷ്യ എന്ന് പറയുന്നത്. ആ ഫേഷ്യയ്ക്ക് വരുന്ന ടൈറ്റ്നെസ് ആണ് ആ പെയിൻ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ. അപ്പോൾ അതിന് വരുന്ന നീരിട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് വരാനുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും, ഓവർ വെയിറ്റ് വരുന്നതാണ്. ഓവർ വെയിറ്റ് വന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ആ ഫേഷ്യ ടൈറ്റ്നെസ്സിന് ഒരു കാരണം പറഞ്ഞല്ലോ, ഫേഷ്യ ടൈറ്റായി നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് 2-3 സ്റ്റെപ്പ് വരുന്ന സമയത്ത് ആ ഒരു ഫേഷ്യ റിലീസ് ചെയ്യുന്ന ഒരു സമയത്താണ് സിവിയറായിട്ട് പെയിൻ ഉണ്ടാവുക. അവരങ്ങനെ തന്നെ പറയും, ഡോക്ടർ ഒരു 4-5 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പെയിന് പോയി എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. നമുക്ക് പ്ലാന്റർ ഫേഷ്യ അല്ലെങ്കിൽ കാഫ് മസിൽ സ്ട്രെങ്ത് ചെയ്യണം, പ്ലാന്റർ ഫേഷ്യ റിലീസ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യണം, ബോഡി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ കാൽസ്യം കുറവുണ്ടെങ്കിൽ HB ബ്ലഡ് കുറവ്, തൈറോയിഡ്, അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ചപ്പലൊക്കെ മാറ്റിയ ആളുകളുണ്ടാവും, പുതിയ ചെരുപ്പ് ഉപയോഗിക്കും, അങ്ങനത്തെ ചപ്പലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഈ മെടമ്പ് വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണോ റീസൺ, എന്താണോ അതിൻ്റെ കാരണം,
ആ കാരണം മാറ്റിക്കഴിഞ്ഞാൽ മടമ്പ് വേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഈ ഹൈ ഹീൽസ് ഒക്കെ ഇടുന്നത് മടമ്പ് വേദന അതുപോലെ നടുവേദനയ്ക്കൊക്കെ കാരണമാവാറില്ലേ? ഉണ്ട്. അത് സാധാരണ നമ്മൾ മുമ്പേ പറയുന്നതാണ്, ഹൈ ഹീൽ ഉപയോഗിക്കുന്ന സമയം മടമ്പ് വേദന വരും. പക്ഷേ അതിലൊരു കാര്യം, ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഒന്ന്, അതുപോലെ തന്നെ മടമ്പ് വേദനയ്ക്കും സാധ്യത കൂടുതലാണ്. പക്ഷേ അത് എങ്ങനത്തെ ചപ്പലാന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. സാധാരണ ചില ആളുകളുടെ ചപ്പൽ, സെലിബ്രിറ്റീസ് കണ്ടിട്ടുണ്ടാവും, ഒരു പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യും. അങ്ങനെ ഹീലുബിളുള്ള ചപ്പൽ ഉപയോഗിക്കുമ്പോഴാണ് സാധാരണ അവർക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ ഹീൽ പെയിനും വരുന്നത്. സാധാരണ നമ്മൾ ഫൂട്ടിനെ നമ്മൾ ഫോർ ഫൂട്ട് എന്ന് പറയും, മുൻഭാഗം, മിഡ് ഫൂട്ട് ഉണ്ട്, സെൻട്രൽ ഹിൻ ഫൂട്ട് ഉണ്ട്, അതാണ് നമ്മൾ മടമ്പ് എന്ന് പറയുന്നത്. ഈ ഹിൻ ഫൂട്ട് പെയിൻ്റെ ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഹൈറ്റുള്ള ചപ്പൽ ഉപയോഗിക്കണം എന്നാണ് പറയുക. അതല്ലാതെ നമ്മൾ ഈ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് ചപ്പലാണെങ്കിൽ അത് മടമ്പ് വേദന ഉണ്ടാക്കും. അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഹൈറ്റ് ബേസിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ ഉപയോഗിച്ചാൽ അത് മടമ്പ് വേദന കുറയ്ക്കേ ചെയ്യുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് മടമ്പ് വേദന വരുന്നത്, എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് വെച്ചാൽ, നമ്മൾ ഈ അധികം ഹീലുള്ള, നേരത്തെ പറഞ്ഞ പോലെ 3 പോയിൻറ്റഡ് ആയിട്ടുള്ള ഹൈ ഹീലുള്ള ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാക്കിൻ്റെ ബയോമെക്കാനിക്സിൽ വ്യത്യാസം വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ കാഫ് മസിൽ ഉണ്ടല്ലോ, ഈ കാഫ് മസിൽ ടൈറ്റ് ആവും. കാഫ് മസിൽ ടൈറ്റാണ് മടമ്പ് വേദനയുടെ ഒന്നാമത്തെ കാരണം. കാഫ് മസിൽ ടൈറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാന്റർ ഫേഷ്യ ടൈറ്റ്നസ് വരും, നമുക്കത് മടമ്പ് വേദനയായിട്ട് വരും. അപ്പോൾ ഈ കാഫ് മസിൽ ടൈറ്റായി കഴിഞ്ഞാൽ അത് നീ പെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആൻറ്റീരിയർ നീ പെയിൻ എന്ന് പറയും, ചിരട്ടക്ക് വരുന്ന, കുറേ നേരം ഇരുന്നാൽ നമുക്ക് എണീക്കുമ്പോൾ ഒരു പെയിൻ വരുമല്ലോ. ഈ ഒരു കാഫ് മസിൽ ടൈറ്റ്നസ് മതി നമുക്ക് മടമ്പ് വേദന ഉണ്ടാക്കാനും കാൽമുട്ട് വേദന ഉണ്ടാക്കാനും. അപ്പോൾ ആ ഒരു ബയോമെക്കാനിക്സിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് നമുക്ക് ഹീലുള്ള ചപ്പൽ ഉപയോഗിച്ചാൽ മടമ്പ് വേദന വരും, കാലിൻ്റെ മുട്ടിന് വേദന, ആൻറ്റീരിയർ നീ പെയിന് വരും, ബാക്ക് പെയിനും വരും. അപ്പോൾ നമുക്ക് ചപ്പൽ ഉപയോഗിക്കാം, ഞാനീ പറഞ്ഞതുപോലെ അധികം പോയിൻറ്റഡ് അല്ലാത്ത 1 ഇഞ്ച് മാത്രം ഹൈറ്റുള്ള സോഫ്റ്റ് കുഷ്യനായിട്ടുള്ള ചപ്പൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടമ്പ് വേദന കുറക്കാനും പറ്റും. ഇപ്പോൾ പൊതുവെ എല്ലാ വീടുകളിലും കാണുന്നത് യൂറോപ്യൻ ക്ലോസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ക്ലോസ്റ്റ് യൂസ് ചെയ്യുന്നതാണോ അതോ യൂറോപ്യൻ യൂസ് ചെയ്യുന്നതാണോ നമ്മുടെ ശരീരത്തിന് നല്ലത്? നമുക്ക് ഒറ്റ ചോദ്യം യെസ് ഓർ നോ ഉത്തരമാണെങ്കിൽ നമുക്ക് സാധാരണ പറയാം ഇന്ത്യൻ ക്ലോസറ്റാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം മുമ്പ് ഇപ്പോൾ ആളുകൾക്ക് സ്ക്വാട്ട് ചെയ്യാൻ അറിയില്ല, നിലത്തിരിക്കുമല്ലോ ടോയ്ലറ്റിൽ, സ്ക്വാട്ട് ചെയ്യാൻ അറിയില്ല. സ്ക്വാട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ജിമ്മിൽ പോകണം അല്ലേ. സാധാ ഒരാളെ കൊണ്ട് സ്ക്വാട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ പുറകിലോട്ട് വീഴും. കാരണം നമ്മളൊരാൾക്ക് സ്ക്വാട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ചില മസിലിന്, ഇപ്പം നമ്മളെ ഹിപ്പ് ജോയിൻ്റ് ഉണ്ടല്ലോ, ഹിപ്പ് ജോയിൻ്റ് നമ്മൾ ഫ്രീ ആവണം, നമുക്ക് ഫുൾ ഫ്ലെക്ഷൻ കിട്ടണം. നമ്മളെ തൊടയുടെ മസിൽ, പോസ്റ്റീരിയർ ആയിട്ടുള്ള ഹാംസ്ട്രിങ്, ഈ മുന്നിലുള്ള ക്വാഡ്രിസെപ്സ് മസിലൊക്കെ സ്ട്രെങ്ത് വേണം. അത് നമുക്ക് കിട്ടിയിരുന്നത് മുമ്പുള്ള ഈ സ്ക്വാട്ടിങ്, ഫുൾ സ്ക്വാട്ട് ടോയ്ലറ്റിൽ 4-5 മിനിറ്റ് ഇരിക്കുന്ന ടോയ്ലറ്റിലിരുന്നു. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു ടോയ്ലറ്റിൽ പോകാത്തതുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു ഇന്ത്യൻ ടോയ്ലറ്റാണ്. സമയം യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ ഒരു ഗുണം, ഇപ്പോൾ നമുക്ക് മുട്ടുവേദനയുള്ള ആളുകൾക്ക് നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റ്, കാരണം മുട്ടുവേദനയുള്ള ആൾക്ക് ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് പെയിൻ ആയിരിക്കും. ഫുൾ സ്ക്വാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോണിക്കായിട്ട് വരുന്ന തേയ്മാനങ്ങൾ, അതുപോലെ തന്നെ മെനിസ്കൽ ഇഞ്ചുറി, വാഷറിന് വരുന്ന പരിക്കുകൾ, നീയിൽ വരുന്ന ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് യൂറോപ്യൻ ടോയ്ലറ്റാണ്. അതേസമയം ഇപ്പോൾ പൈൽസിൻ്റെ ഇഷ്യൂ ഉള്ള, ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ, ശോധനക്കുറവ് എന്നൊക്കെ പറയുന്ന ഹെമറോയിഡ്, പൈൽസിൻ്റെ ഇഷ്യൂ ഉള്ള, ഫിസ്റ്റുല, ഫിഷറൊക്കെ ഉള്ള ആളുകൾ കുറേ സമയം ഇപ്പോൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ സുഖം തന്നെ കുറേ സമയം ഇരിക്കും. അതെ, സമയം നമ്മളറിയാതെ ആ സമയത്ത് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ആൾ, കോൺസ്റ്റിപ്പേഷനും ഹെമറോയിഡ്, പൈൽസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അധികം സമയം ഇരിക്കരുത് എന്ന് പറയും. ഏറ്റവും നല്ലത് ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെയാണ്. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ടോയ്ലറ്റിലിരുന്ന് പത്രം വായിക്കുക അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക. അപ്പോൾ അത് വല്ലാതെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ലേ? തീർച്ചയായും. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുറേ സമയം ഇരിക്കാനുള്ള പ്രവണത കൂടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മൊബൈൽ യൂസിക്കുകയാണെങ്കിൽ അത് പേപ്പർ വായിക്കണം, പേപ്പർ മുഴുവൻ വായിച്ച് തീരുന്നത് വരെ നമ്മൾ ആ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം, ഈ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾ, പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റുലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യതയാണ്. നമ്മൾ പൈൽസുള്ള ആളുകൾക്ക് ആദ്യം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അധിക സമയം ടോയ്ലറ്റിൽ ഇരിക്കരുത് എന്നുള്ളതാണ്. അല്ല, അപ്പോൾ അങ്ങനെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളെ പൊസിഷൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നട്ടെല്ല് വളഞ്ഞുകൊണ്ടിരിക്കുന്നു ആണല്ലോ, നമുക്ക് അതുപോലെ തന്നെ നമ്മളെ കഴുത്ത് വളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 30 to 60 ഡിഗ്രി ഫ്ലെക്ഷനിലാണ് നമ്മൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കഴുത്ത് വേദനയുള്ള ആളെ സംബന്ധിച്ചോളം കഴുത്ത് വേദന കൂടാനുള്ള സാധ്യതയാണ്. അതേസമയം നമുക്കറിയാം ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കില്ല, പേപ്പർ വായിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ തല താത്തിയിട്ട് ഇരിക്കുള്ളൂ. ഈ ഒരു പൊസിഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം 140 മടങ്ങ്, ഇപ്പോൾ നമുക്കറിയാം ഒരാൾ നിൽക്കുകയാണെങ്കിൽ 100% വെയിറ്റ് നമ്മൾ ഡിസ്കിൽ വരുന്നുണ്ടെങ്കിൽ
140% വെയിറ്റ് നമ്മുടെ ബാക്കിൽ വരുന്ന പൊസിഷനാണ് നമ്മൾ ഈ ഒരു പേപ്പർ വായിച്ച് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ബാക്ക് പെയിനുള്ള ആളുകൾക്ക് ബാക്ക് പെയിൻ കൂടാനും കഴുത്ത് വേനുള്ള ആളുകൾക്ക് കഴുത്ത് വേന കൂടാനും ധാരാളമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇത്രയും പെട്ടെന്ന് ഇത് വായിക്കാതിരിക്കുക, മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, ടോയ്ലറ്റിൽ നിന്ന് പെട്ടെന്ന് പോരാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂട് വെള്ളത്തിൽ കുളിക്കണോ? ഈ നടുവേദന ഉള്ള ആൾക്കാരൊക്കെ ഏത് വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്? നമുക്ക് ബാക്ക് പെയിനുള്ള ആളുകൾക്ക് ചോദിച്ച പോലെ ഒറ്റ ഉത്തരമാണെങ്കിൽ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏതൊരു ബോഡി പെയിൻ ആണെങ്കിലും നമ്മൾ ഈ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ്, നമുക്കറിയാം പൊള്ളാത്ത ചൂടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ രക്തക്കോയിലുകൾ വികസിക്കും. വാസോ ഡയലറ്റേഷൻ സംഭവിക്കുന്ന സമയത്ത് ബ്ലഡ് സപ്ലൈ കൂടും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നല്ല ഇൻഫ്ലമേഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചെറിയ പെയിനും ബുദ്ധിമുട്ടൊക്കെ ആ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് കുറയും. ഓക്കെ, എല്ലാ വേദനയ്ക്കും നല്ലത് ചൂടുവെള്ളമാണ്. അതേസമയം ഒരാൾക്ക് പെട്ടെന്ന് വന്നൊരു ബാക്ക് പെയിനാണെന്ന് വിചാരിച്ചോളൂ, ഒന്ന് വീണു അല്ലെങ്കിൽ ഊരെ ഞെട്ടി വന്ന ബാക്ക് പെയിനാണ്, ചൂട് കാരണവശാലും നമ്മൾ ചൂട് പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ആ സമയത്ത് ഏറ്റവും നല്ലത് എവിടെയാണോ പെയിൻ ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ തണുത്ത ഐസ് വെക്കുന്നത്, ഐസ് കംപ്രഷൻ എന്നാണ് പറയുക, ക്രഷ്ഡ് ആയിട്ടുള്ള ഐസ് വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് കെട്ടും. ഇനി ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം നമ്മൾ ചൂടുവെള്ളം തട്ടിക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെവി തോളോട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്കറിയാം കഴുത്ത് വേനുള്ള ആളുകളാണെങ്കിൽ അത് കഴുത്ത് വേദന കൂട്ടും. നമുക്കറിയാം സാധാരണ നമ്മൾ കാണുന്നത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ, അതിനെക്കുള്ളും കൂടെ ബൈക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരിങ്ങനെ വെച്ചിട്ടാണ് ഫോണിൽ ഉപയോഗിക്കുന്നത്. ഒരു കഴുത്ത് വേദന ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ, അവർക്ക് കഴുത്ത് വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇതൊരു കഴുത്തിനൊരു എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നെക്കിലൊരു എക്സസൈസ് കൂടിയാണ് ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞ എക്സസൈസ്. അപ്പോൾ ഒരാൾറെഡി ഒരു സർവൈക്കൽ കഴുത്തിനൊരു ഡിസ്കിന് കംപ്രഷൻ വരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ വലത് കൈയിലോട്ട് വേദനയുള്ള IBD ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, എൻ്റെ കയ്യിലോട്ട് റേഡിയേറ്റിംഗ് പെയിനുള്ള ഒരാളാണെങ്കിൽ ആ ആൾ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നെർവ് റൂട്ട് കംപ്രഷൻ കൂടാനും കയ്യിലോട്ടുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് വെച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കിന് ഇഷ്യൂ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അത് പിന്നീട് കഴുത്ത് വേദന വരാനുള്ള സാധ്യത. പിന്നെ നമുക്കറിയാം പാരാസ്പൈനൽ മസിൽ സ്പാസ് എന്ന് പറയും. ചില ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാതെ തിരിഞ്ഞു വരുള്ളൂ. അതേപോലെയുള്ള PSMS കണ്ടീഷൻ വരാനുള്ള സാധ്യതയും ഇങ്ങനെ മൊബൈൽ പിടിക്കുന്നവർക്ക് കൂടുതലാണ്. ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ടും നടുവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ അടുക്കളയിൽ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളുടെ ഭാഗമായിട്ടാണോ അങ്ങനെ വരുന്നത്? സ്ത്രീകളിൽ നമുക്കറിയാം ജെൻസിനേക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ്. അത് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അവർ വളരെ പെട്ടെന്ന്, ഇപ്പം 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ബാക്ക് പെയിൻ്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വെയിറ്റാണ്. അത് നമ്മൾ പറയും 5% വെയിറ്റ് കുറച്ചാൽ 50% നമുക്ക് ബാക്ക് പെയിനും നീ പെയിനും ഒഴിവാക്കാൻ പറ്റും. കാരണം ലോഡിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, അവർ വെയിൽ കൊള്ളുന്നില്ല, പ്രോപ്പർ ന്യൂട്രീഷൻ അവർക്കില്ല ആണല്ലോ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന്, ഈ ഒരു അവരുടേതായിട്ടുള്ളൊരു വ്യത്യാസങ്ങൾ, ഹോർമോൺ ചേഞ്ചസ്. കുറച്ച് കഴിഞ്ഞ ഈസ്ട്രോജൻ ഹോർമോണാണ് നമ്മുടെ ലേഡീസിലെ ബോൺ മെറ്റബോളിസം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ചേഞ്ചസും പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ വന്ന ആളുകളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇനി ലേഡീസിനെ പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ രാവിലെ ഒരു റുട്ടീൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ എണീക്കുന്നു, അവർ എണീച്ച ഉടനെ അവരുടെ ആക്ടിവിറ്റി തുടങ്ങുന്നു, രാത്രി ഫുഡ് ഉണ്ടാക്കുന്നു, രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, അവർ മക്കളെ കുളിപ്പിക്കുന്നു, ഡ്രസ്സ് ഉണ്ടാക്കും, എല്ലാ ജോലിയും ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബാക്കിന് കുനിഞ്ഞുള്ള ജോലികളാണ്. അവർ പാത്രം കഴുകാൻ കുറേ സമയം അവർ കുനിഞ്ഞ് ജോലി, നമ്മളൊക്കെ പറയുമ്പോൾ സിങ്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളൂ. സിങ്ക് ഉണ്ടാക്കുമ്പോൾ ഹൈറ്റുള്ള സിങ്ക്, അധികം കുനിഞ്ഞിൽ വരാത്ത രീതിയിലുള്ള സിങ്ക് ചെയ്യുന്ന ആളുകൾക്ക് ബാക്ക് പെയിന് കുറയാം. അതേസമയം സിങ്ക് കുറച്ച് താന്നാന്ന് വിചാരിച്ചോളൂ, അവർക്ക് ബാക്ക് പെയിനും കൂടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ എടുക്കണം. അവർക്ക് കുറേ ആളുകളുണ്ടല്ലോ, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തിട്ടേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അങ്ങനെ കുനിഞ്ഞ ജോലി, അടുക്കളയിൽ അവർ കുക്കിംഗ് നടക്കുന്നു, അവർ തന്നെ ക്ലീനിങ് നടത്തുന്നു, പാത്രം കഴുകണ പോലെയുള്ള കുനിഞ്ഞുള്ള ജോലി വളരെ കൂടുതലാണ്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് അവർക്ക് ഉണ്ടാവുന്നില്ല. ഇനി അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസോ അവർ ചെയ്യുന്നില്ല. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി പോലുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് പ്രോഗ്രസീവായിട്ട് അവർക്ക് വെയിറ്റ് വരുന്നു. അതേപോലെ തന്നെ അബ്ഡമൽ മസിൽ, ഡെലിവറി കഴിഞ്ഞാൽ അബ്ഡമൽ മസിൽ വീക്കാവുന്നു. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ആൾറെഡി ഉള്ള ആളുകൾ കുറേ പ്രൊലോങ്ഡ് ആയിട്ട് കുനിഞ്ഞ ജോലികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക്, പ്രത്യേകിച്ച് അടുക്കളയിൽ അവർ ചെയ്യുന്ന എല്ലാ ജോലികളും, ഒരു ജോലി പോലും നട്ടല് പുറകിലോട്ട് വളച്ചുള്ള ജോലി ഉണ്ടാവും ഇല്ല, ഒരു ജോലി പോലും ഇല്ല. എല്ലാ ജോലിയും കുനിഞ്ഞ ജോലി ആയതുകൊണ്ട് തന്നെ അടുക്കളയിൽ ചെയ്യുന്ന ജോലികൾ അവർക്ക്
ബാക്ക് പെയിൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇനി അതിലൊരു മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിലെ ജോലി കഴിഞ്ഞ് വന്നാൽ ഉച്ചക്ക് കഴിഞ്ഞ് കുളിക്കണ സമയത്ത് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വരെ നന്നായിട്ട് ബാക്കിനൊരു ഐസ് വെച്ച് കൊടുക്കുക. തോർത്തുള്ളിൽ ഐസ് പൊതിഞ്ഞ് ബാക്കിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കിടന്നിട്ട് കുളിക്കാൻ പറയുന്നു. കുളിച്ച ശേഷം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഒരു നേരം ചെറുതായിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് ചെറിയ എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാനും പറ്റും. ഇപ്പോൾ കൂടുതലും ടൈലൊക്കെ ഇട്ട വീടുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ടൈൽസിലൊക്കെ നമ്മൾ ചെരുപ്പിടാതെ ചവിട്ടുന്നത് കാലുവേദന അതുപോലെ നടുവേദനയൊക്കെ കൂട്ടുമോ? നടുവേദനയ്ക്ക് ഒരു കാരണമായിട്ട് നമ്മൾ ടൈൽസിൻ്റെ ബുദ്ധിമുട്ട് പറയാറില്ല സാധാരണ. പക്ഷേ കാലുവേദന കൂടാനുള്ളൊരു കാരണം നമുക്കറിയാം. മുമ്പൊക്കെ നമ്മൾ വീടുകളിൽ മണ്ണായിരുന്നു പണ്ടൊക്കെ, പിന്നെയാണ് സിമെൻറ്റ് വന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പാറയാണ്, കല്ലുകളാണ്. നമ്മൾ ടൈലാണെങ്കിലും മാർബിളൊക്കെ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ അകത്ത് ചപ്പൽ യൂസ് ചെയ്യാൻ പറയും, സോഫ്റ്റായിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യാൻ പറയും. 2 കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മളെ കാലിനൊരു ആർച്ചൊക്കെ ഉണ്ട്. നമുക്ക് ഈ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഓവർ വെയ്റ്റുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. നമുക്കൊരു ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ പാറകളാണ്, ഇപ്പോൾ കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ആ കല്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മടമ്പ് വേദനയും കാലുവേദനയും കൂടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അകത്ത് നല്ല തണുപ്പ് കാലത്തൊക്കെയാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആളുകൾക്ക് കാലുവേദന കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അധികം ബാക്ക് പെയിന് വരാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഉള്ള ബാക്ക് പെയിന് കൂടാനുള്ള സാധ്യത കുറവാണ്. അതേസമയം കാലുവേദന, പ്രത്യേകിച്ച് മടമ്പ് വേദനയൊക്കെ ഉണ്ടാവാൻ, കാലുവേദന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈ നെക്ക് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണോ? തീർച്ചയായും. നമ്മൾ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യം ഒന്ന് നെക്ക് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ പൊസിഷനിൽ കഴുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 20 വയസ്സിൽ നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. സാധാരണക്കാരോട് പറയുമ്പോൾ അവർ നമ്മളോട് മുഖത്തോട് നോക്കുന്നതാണ്. 20 വയസ്സിൽ നമ്മുടെ ഡിസ്കിന് തേയ്മാനം തുടങ്ങും. ഡിസ്ക് ഡെസിക്കേഷൻ 20 വയസ്സ് തുടങ്ങും. ഏകദേശം 30-35 വയസ്സാകുമ്പോഴേക്കും നമുക്ക് എല്ലിന് തേയ്മാനം തുടങ്ങും. പക്ഷെ നമ്മളെ കഴുത്തിനെ സംബന്ധിച്ചോളം നമുക്കിത് ഡിസ്ക് ഡെസിക്കേഷനാണ്. അത് 20 വയസ്സിൽ സ്വാഭാവികമായിട്ടും തുടങ്ങുന്ന ഒരാൾ എത്രത്തോളം അയാളുടെ ആക്ടിവിറ്റി ഉണ്ടോ അതിനനുസരിച്ചുള്ള കഴുത്ത് വേദന വരും. പറഞ്ഞു വരുന്നത് ഒരു 20 വയസ്സിൻ്റെ ശേഷമുള്ള ഒരാൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അയാൾക്ക് ചെറിയ 5 വയസ്സ് മതി, ഒരു 25 വയസ്സാകുമ്പോഴേക്കും കഴുത്തിന് തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചില പേഷ്യൻസൊക്കെ പറയും 28-29 വയസ്സിൽ അവരുടെ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സുകാരൻ്റെ എക്സ്റേക്കാളും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രത്തോളം നമുക്കറിയാം തേയ്മാനമൊക്കെ വന്നിട്ട് മുള്ളു പോലെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ 20 വയസ്സിന് ശേഷം എത്രത്തോളം അവർ കഴുത്ത് ഫ്ലെക്സ് ചെയ്ത്, അതായത് കഴുത്ത് മടക്കിയുള്ള ജോലികൾ ചെയ്യുന്നു, അതിനനുസരിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് തേയ്മാനം വരുന്നു, ഡിസ്ക് ഡെസിക്കേഷൻ വരുന്നു, ഭാവിയിൽ കയ്യിലോട്ട് വരുന്ന സെർവൈക്കൽ ബ്രാക്കിയ ന്യൂറാൾജിയ എന്ന് പറയും, കയ്യിലോട്ട് റേഡിയേറ്റിംഗ് പെയിന് വരുന്ന കണ്ടീഷനിലോട്ട് അവരെത്തുന്നു. അപ്പോൾ ഈ ടെക്നിക്ക് നിന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വേർഡാണ് ശരിക്കും അത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു കാരണം കൂടെ നമ്മൾ അറിയണം. ഒന്ന്, കൃത്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം കഴുത്തിന്. നമ്മൾ സാധാരണ പറയുമ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ, മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മൾ പറയും 20 മിനിറ്റ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇരിക്കാം, വിരോധമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റെങ്കിലും നമ്മൾ അതിൽ നിന്ന് കഴുത്ത് മാറ്റണം. നമ്മൾ ഒരേ പൊസിഷനിൽ കഴുത്ത് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡിങ് കൂടുന്നു. ഡിസ്ക്കാണ് നമ്മുടെ നട്ടലിൻ്റെ കർവേച്ചർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിസ്ക് ഡെസിക്കേഷൻ വരുന്നു, ഡിസ്ക് കംപ്രഷൻ വരുന്നു. പതുക്കെ അത് ഡിസ്ക് ബൾജായി നെർവ് റൂട്ട് കംപ്രഷനായി ബുദ്ധിമുട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ടെക്നിക്ക് സ്വാഭാവികമായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഫോൺ നോക്കുന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിങ്ങനെ ഫോൺ നമ്മുടെ ഫേസിൻ്റെ നേരെ വന്ന് അങ്ങനെ പിടിച്ച് നോക്കുന്നത് നമ്മൾക്ക് കൈവേദന കൂട്ടാൻ പ്രശ്നമാവുമോ? തീർച്ചയായും. നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യമേ പറയുന്നത്, ഒരു കാരണവശാലും ബെഡ്റൂമിലേക്ക് മൊബൈൽ കൊണ്ടുപോകരുത് എന്നുള്ളത്. അത് കിടക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ കിടന്ന് ഉപയോഗിക്കണമെങ്കിൽ ഒരു തലേണയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ 2 തലേണ വെക്കും. രണ്ടാമത്തെ തലേണ നമ്മൾ മടക്കി വെക്കും. എന്നിട്ടാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ 30 to 60 ഡിഗ്രി നെക്ക് ഫ്ലെക്ഷൻ വരുമ്പോൾ അത്രയും ലോഡിങ് നമ്മളെ നെക്കിൻ്റെ ഡിസ്കിന് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒഴിവാക്കാൻ വേണ്ടി ചില ആളുകൾ പറയും ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് കിടക്കും. നമ്മൾ ഒരു പരിധി വിട്ട് ഒരാളെ കൊണ്ടും ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രശ്നം, സെർവൈക്കൽ IVDP ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയാണ്. നെക്കിന് സ്ട്രെയിൻ വരാനും ഡിസ്ക് കംപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ഇനി രണ്ടാമത്, നമ്മളെ തോളിന് സാധാരണ വരുന്ന ഷോൾഡർ ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയും. നമ്മൾ കൈ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് നമ്മളെ ഷോൾഡർ ജോയിൻറ്റ്, അതിൻ്റെ ഉള്ളിലെ മസിൽ, റൊട്ടേറ്റർ കഫ് മസിൽ എന്ന് പറയും, ആ മസിൽ സൂപ്രാസ്പൈനാറ്റസ് മസിൽ കംപ്രസ് ചെയ്യാനും
കയ്യിലോട്ടുള്ള വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചില ആളുകൾ ഇപ്പോൾ നമുക്ക് ഒരു 1 വീക്ക് ബാക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ ഒരു സർവീസിൽ ഹൈ പൊസിഷനിൽ ഉള്ളൊരു പേഷ്യൻ്റാണ്. അവർ പറയാം, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്താൽ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കയ്യൊന്ന് കുറച്ച് നേരം പൊക്കി പിടിച്ചാൽ എൻ്റെ കയ്യിലോട്ട് പെയിന് വരുന്നുള്ളതാണ്. അവർ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഹൈ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ സെർവിക്കൽ ഇഷ്യൂ കൂടുന്നതിൻ്റെ ലക്ഷണമാണ് കൈ പൊക്കുമ്പോഴേക്കും. അപ്പോൾ ഒരേ സമയം കഴുത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഷോൾഡർ പെയിനും കൂട്ടുന്നത് ഈ ഒരു പൊസിഷനാണ്. അപ്പോൾ ആ പൊസിഷനിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ബെഡ്റൂമിലേക്ക് മൊബൈൽ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ചാരി കിടക്കുന്നത് നടുവേദന കുറയ്ക്കുമോ? നമ്മൾ നമുക്കറിയാം ബാക്ക് പെയിനുള്ള ആളുകൾ ഇപ്പോൾ ഉണ്ടാകുന്ന സെറ്റിയല്ല. നമ്മൾ മുമ്പൊക്കെ ചാരി കസേല പറയും, ചാരി കിടക്കുന്ന കസേര. നമ്മൾ റിക്ലൈൻ പൊസിഷൻ എന്നാണ് പറയുക. അതായത് നട്ടെല്ല് പുറകിലോട്ട്, ഫ്രണ്ടിലോട്ടല്ല. അതിപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ പുറകിലോട്ട് സെറ്റിൽ നമ്മൾ ചാരി കിടക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നിൽക്കുന്നത് ഒരു പേഷ്യൻ്റ് നിൽക്കുകയാണെങ്കിൽ അതൊരു 100% വെയിറ്റ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മീഡിയം പറയുകയാണ്, നമ്മളൊരാൾ നിൽക്കുകയാണെങ്കിൽ 100% വെയിറ്റാണ് ഡിസ്കിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ ചാരി കിടക്കുമ്പോൾ അതൊരു 60 to 80% ആയിട്ട് കുറയും. അപ്പോൾ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നല്ലത് കിടക്കുകയാണെങ്കിൽ, ഏറ്റവും നല്ലത് കിടപ്പലാണ് കേട്ടോ. നമ്മൾ കിടക്കുകയാണെങ്കിൽ കമിഴ്ന്ന് കിടക്കാം. ഡിസ്കിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല പൊസിഷൻ കമിഴ്ന്ന് കിടക്കലാണ്. കമിഴ്ന്ന് കിടക്കുമ്പോഴാണ് ഡിസ്കിന് ഏറ്റവും കുറവ് ലോഡ് വരുന്നത്. ഇനി ഈ ലോഡ് തന്നെ 25% ലോഡ് വരുന്നുണ്ട്, 0% അല്ല. 25% ലോഡ് വരുന്നത് നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോഴാണ്. പിന്നെ ഏറ്റവും കുറവ് ലോഡിങ് വരും നേരത്തെ പറഞ്ഞതുപോലെ ചാരി കിടക്കുമ്പോഴാണ്. അപ്പോൾ ഒരു 60 to 80% ലോഡാണ് വരുന്നത്. അതേസമയം ഒരാൾ നിൽക്കുകയാണെങ്കിൽ 100%. അതുകൊണ്ടാണ് ചില പേഷ്യൻ്റ് നമ്മളോട് പറയും, ഡോക്ടറെ കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിന് വരും എന്ന് പറയുന്നത്. അപ്പോൾ 100% ലോഡ് വരുന്നത് നിന്നിട്ടാണ്. ഇനി കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റിലൊക്കെ, നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഒന്ന് കുനിഞ്ഞിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കുനിഞ്ഞിരിക്കുന്നത് ഒരു 100% കമ്പയർ ചെയ്യുമ്പോൾ 40% കൂടുതലാണ്. 140% ആയിട്ടാണ് ഏകദേശം ലോഡ് വരുന്നത്. അതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുനിഞ്ഞ് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴാണ്. നമ്മൾ ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ എന്ന് പറയും. നമ്മൾ നന്നായിട്ട് നട്ടിൽ കുനിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുമല്ലോ. ആ വെയിറ്റ് എടുക്കുമ്പോൾ ഈ ഇരട്ടിയാണ്, 200%. നിൽക്കുന്നതിൻ്റെ ഇരട്ടി ലോഡാണ് നമ്മൾ ഡിസ്കിലോട്ട് വരുന്നത്. നമ്മൾ ഈ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ തിരിയുമല്ലോ. ചില ആൾക്കാരുണ്ട്, ഡോക്ടർ ഞാൻ വെയിറ്റ് എടുത്ത് കുട്ടീനെ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞതാണ്. അത് 400 ഇരട്ടിയാണ് വരുന്നത്. 4 ഇരട്ടി, 100%, 400% ലോഡാണ് വരുന്നത്. അപ്പോൾ ഒരു നോർമൽ ഒരാളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് കിടപ്പാണ്. ചെയ്യാൻ പാടില്ലാത്തത് കുനിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് തിരിയലോ അല്ലെങ്കിൽ മുട്ട് മടക്കാതെ അവർ കുനിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിസ്കിന് കംപ്രഷൻ വരുന്നത്. ഈ കൈകളുടെ ആരോഗ്യത്തിന് അമ്മയിൽ അരയ്ക്കുന്നത് നല്ലതാണോ? ഇപ്പം അത് ആരും അമ്മയിൽ അരക്കുന്നത് നമ്മൾ കാണാറില്ല. മിക്സിയിലാണ് നമ്മൾ കൂടുതൽ അരക്കുന്നത്. അപ്പോൾ നമുക്കറിയാമെന്ന് വെച്ചാൽ കൈയുടെ ആരോഗ്യത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാക്ക് പെയിനുള്ള ഒരാളെ സംബന്ധിച്ചോളം അയാൾ അമ്മിയിൽ അരച്ച് കഴിഞ്ഞാൽ അയാളെ ബാക്ക് പെയിൻ കൂടും. കഴുത്ത് വേദനയുള്ള ഒരാളെ സംബന്ധിച്ചോളം അമ്മിയോണ്ട് അരച്ച് കഴിഞ്ഞാൽ കഴുത്ത് വേദന കൂടും. നമുക്കറിയാം കുറേ സമയം ഡ്രൈവ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ കുത്തി തിരുമ്പുമെന്ന് പറയും, ഇങ്ങനെ തിരുമ്പുന്നത്, നമ്മൾ കത്തിയോണ്ട് വെട്ടുന്നത്, ഈ കയ്യിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് കഴുത്തിൻ്റെ ഡിസ്കിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കഴുത്ത് വേദന ഒരാളും അതുപോലെ തന്നെ നമ്മൾ അമ്മിയിൽ എങ്ങനെ അരക്കുക, ഫ്രണ്ടിലോട്ടും ഒന്ന് ഫ്ലെക്സ് ചെയ്തിട്ടാണ്, ഒന്ന് കുനിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴുത്ത് വേദനയും ബാക്ക് പെയിനുള്ള ആളുകൾക്ക് അമ്മിയിൽ അരക്കാൻ പാടില്ല. അതേസമയം ഇപ്പോൾ ചോദിച്ച ചോദ്യം കൈയിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളെന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ പ്രസ് ചെയ്യുന്നതും ഡ്രോയിങ് ചെയ്യുന്നതൊക്കെ പണ്ടത്തെ അമ്മിയിലുള്ള അരക്കലാണ്. നമ്മളറിയാം, നമുക്ക് വെള്ളം കോരുണ്ടല്ലോ അല്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ മോട്ടർ അടിക്കുന്നതിന് പകരം അന്ന് വെള്ളം കോരുമ്പോൾ നമ്മളിപ്പോൾ ഷോൾഡറിന് പെരിയാത്തിറ്റി ഷോൾഡർ എന്ന് പറയും, ഒരു 30-35 വയസ്സ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തുടങ്ങുന്ന ഒരു ബുദ്ധിമുട്ട്. നമ്മളവർ പറയും കൈ പുറകിലോട്ട് മടങ്ങാൻ ബുദ്ധിമുട്ട്, മുടി കെട്ടാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ഡ്രസ്സ് ഇടാൻ, ബനിയൻ ഇടാൻ, ബ്രേസർ ഇടാനൊക്കെയുള്ള ബുദ്ധിമുട്ട് പറയും. ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് പെരിയാത്തിറ്റി ഷോൾഡർ എന്നുള്ള കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് ഷോൾഡർ പുള്ളി എന്നാണ് പറയുക. പണ്ട് നമ്മൾ വെള്ളം കോരിയുന്നില്ലേ, ഒരു ബക്കറ്റ് പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇടും, ഇങ്ങനെ കോരി പിടിക്കുന്നില്ല. ഇപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ക്ലിനിക്കിൽ ഒരു എക്സസൈസ് മെഷീനായിട്ട് വന്നിട്ടുണ്ട്. അത് അന്നത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഓരോ ജോയിൻ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഷോൾഡർ വീലും ഷോൾഡർ പുള്ളിയുണ്ട്. ഷോൾഡർ വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കല. നമ്മൾ പണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാവ് അരച്ചിരുന്നില്ലേ, അതിപ്പോൾ ഇല്ല, വെള്ളം നമ്മൾ കോരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ എക്സസൈസ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈയിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ അമ്മിയിൽ അരി അരച്ചാലും അതല്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചാലും ഷോൾഡറിൻ്റെ ആരോഗ്യത്തിനും മസിൽ ഡെവലപ്മെൻറ്റിലും നല്ലതാണ്. പക്ഷേ കഴുത്ത് വേദനയും ബാക്ക് പെയിനുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ.
നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പണ്ടത്തെ രീതിയിലാണെങ്കിൽ തറയിൽ ഇരുന്ന് തന്നെ തുടയ്ക്കലായിരുന്നു. ഇപ്പോൾ അത് മാറി മോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്? ഈ ക്വസ്റ്റ്യനൊരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാം, അത് ഓരോ ജോയിനെ കമ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് മുട്ടുകുത്തി നിലത്തിരുന്ന് തുടക്കലാണ്. അത് ഏറ്റവും നല്ല മെത്തേഡ് അതാണ്. നമ്മൾ നേരത്തെ പറയുന്ന ആളുകൾക്ക് ഒരിക്കലും മുട്ടിലിരുന്ന് കുനിയാൻ പറ്റുന്നില്ല. ആ ജോലി അവർക്ക് അധികം ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത് ഈ തറ തുടക്കാനാണ്. ഇപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കുനിഞ്ഞ് മുട്ട് കുത്തി ഇരുന്ന് തുടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം ഇപ്പം നമ്മളറിയാം, ഇപ്പം മോപ്പ് ഉപയോഗിക്കൂല്ലേ, മോപ്പ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കുനിഞ്ഞ് നിന്നിട്ടേ മോപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആണല്ലോ. ഇപ്പോൾ നമുക്ക് മോപ്പിൻ്റെ ഒക്കെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ചൂലെടുത്ത് അടിച്ചു വരുന്ന പകരം മോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിന് കുറയും. നമ്മൾ നിന്ന് ചൂലുപയോഗിച്ച് നമ്മൾ തുടക്കുന്നതിന് പകരം ലെങ്ത്ത് കൂടിയ മോപ്പ് ഉപയോഗിച്ച് നമ്മളെ ബാക്ക് പെയിന് കുറയും. അതേസമയം നമ്മൾ കുനിഞ്ഞ് നിലത്തിരുന്ന് തുടക്കുന്നതാണ് നമ്മൾ മോപ്പ് കൊണ്ട് കുറച്ചൊന്ന് കുനിഞ്ഞ് തുടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ. ബാക്ക് പെയിന് കൂടാനുള്ള സാധ്യത, അതായത് ഇപ്പോൾ ബാക്ക് പെയിൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം അതൊക്കെ ഏറ്റവും നല്ലത് കുനിഞ്ഞ് നിലത്തിരുന്ന് തുടക്കുന്നതാണ്. അതേസമയം ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് മോപ്പിൽ തുടക്കുന്നതാണ് കുനിഞ്ഞ് തുടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഓരോ ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വ്യത്യാസം പറയാം. അപ്പോൾ ഏറ്റവും നല്ലത് പക്ഷേ നിലത്ത് കുഞ്ഞിരുന്ന് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ആകുമ്പോൾ ചിലർ ഇരുന്ന ഇരിപ്പിൽ തന്നെയാണ് ലഞ്ച് ബ്രേക്ക് വരെയൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇരിപ്പ് ഇരിക്കുകയാണെങ്കിൽ എത്ര സമയം ഗ്യാപ്പിൽ നമ്മളൊന്ന് എണീറ്റ് നടക്കുകയൊക്കെ വേണം? നമുക്കറിയാം, നമ്മൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലാണ്. നമ്മളെ ബാക്കിന് അധികം ഒരു സ്ട്രെയിന് കൊടുക്കുന്നുണ്ട്, നമ്മളെ കഴുത്തിന് സ്ട്രെയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്ത് വേദന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഒരു പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചാൽ അവളെ ഏറ്റവും നല്ലത് ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ അയാളെ കമ്പ്യൂട്ടറാണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ തല മാറ്റി ഒരു മിനിറ്റ് ഒന്ന് എൻഗേജ് ചെയ്തിട്ട് 1 to 4 മിനിറ്റ്സ് ഒന്ന് എൻഗേജ്മെൻറ്റ് കൊടുത്തിട്ട് വീണ്ടും സിസ്റ്റത്തിലോട്ട് നോക്കണം നല്ലത്. അതായത് കഴുത്ത് വേദനയുള്ള ഒരാളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നെക്ക് ഫ്ലെക്ഷൻ ചെയ്യാൻ പറ്റുന്ന പരമാവധി 20 മിനിറ്റാണ്. അതേസമയം ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാം. അതിനുശേഷം അയാൾക്ക് എന്താ വെച്ചാൽ ഒന്ന് എണീച്ചിട്ട് ഒന്ന് നടന്ന് വന്നിട്ട് വീണ്ടും ഇരിക്കുന്നതാണ് നല്ലത്. കഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു സുഖമുള്ളത് എന്താ വെച്ചാൽ കഴുത്തിന് നമ്മൾ കൊടുക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. നെക്ക് ലാറ്ററൽ റൊട്ടേഷൻ, ലാറ്ററൽ ഫ്ലെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോൾഡർ ഷഗ് പോലെ എക്സസൈസൊക്കെ ആ ഒരു മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 20 മിനിറ്റ് ഇരുന്ന് 2-3 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുമ്പോൾ കഴുത്ത് വേദന ഉള്ള ഒരാൾക്ക് കഴുത്ത് വേദന കുറക്കാനും ഇല്ലാത്തൊരാൾക്ക് കഴുത്ത് വേദന വരാതിരിക്കാനും ഈ 2 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുന്ന മൈൽഡ് സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം ട്രീറ്റ്മെൻറ്റുമാണ്, ഒരേ സമയം പ്രിവെൻഷനുമാണ്. ബാക്ക് പെയിനിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കൺസൾട്ടേഷനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്.